അന്ന് പെരുമ്പാവൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ തന്നെ സാറന്മാരെ കയ്യിരിപ്പുള്ള ഒരു ബിഹേവിയർ തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം നമ്മൾ അവിടെ സ്റ്റേഷനിൽ ചെന്ന് പറയുകയുണ്ടായി, സാറേ നമ്മൾ പരാതി നമ്മൾ ഈ ഇതുപോലെ ഒരു തട്ടിപ്പിൻ്റെ ഇതായിട്ട് നമ്മൾ വന്നതാണെന്നൊക്കെ കാര്യമൊക്കെ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളെന്തിനാ ആ തട്ടിപ്പിന് പോയി, അങ്ങനെയൊക്കെ പോലീസുകാർ ചോദിക്കുന്നത്. കാരണം അധികാരമുള്ള ആൾക്കാരടുത്തല്ലേ നമുക്ക് ഇതൊക്കെ പോയി പറയാൻ പറ്റും. നമ്മളെ ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ലേ അവരൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ആണത്വമില്ലേ, സിബൂരി കാണീരി, നിങ്ങൾക്ക് എന്ത് അവന്മാരെ അടിക്കാനുള്ള ധൈര്യമില്ലേ എന്നല്ല. പക്ഷേ നമുക്ക് അതിൽ പെട്ടാലേ നമുക്ക് അതിൻ്റെ ഫുൾ ഇത് നമുക്ക് അറിയാൻ പറ്റും. യൂസഫ്, അതായത് നിങ്ങൾ പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് ആണത്തമില്ലേ സിബൂരി കാണിക്കാനാണ്. സിബൂരി കാണിക്കണമെങ്കിൽ സിബൂരി കാണിക്കാൻ ധൈര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റേഷനിൽ 5 പേപ്പറിൽ പരാതി എഴുതി അവിടെ സാറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് അറിയാം. നമ്മൾ സാധനം ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല. പോലീസുകാർ ചോദിച്ച രീതിയാണ്. ആ പരാതിയുടെ അവസ്ഥ എന്താണ് നിലവിൽ? പരാതിയുടെ അവസ്ഥ നമ്മൾ ഈ പരാതി കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വിളിച്ച് ചോദിച്ചായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത്, സാറേ ആ പരാതി ഇന്നലെ നമ്മൾ പരാതി തന്നിട്ടുണ്ടായിരുന്നു, ആ പരാതിയുടെ ഫുൾ ഡീറ്റെയിൽ ഒന്നും പറയാവുന്നു, അത് പോയി തിരയ്ക്കുക എന്നൊക്കെ ചോദിച്ചായിരുന്നു. റൈഡ് പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. റൈഡൊന്നും പോയിട്ടില്ല. അങ്ങനെ നമ്മൾ റൈഡ് പോയാൽ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി വിളിച്ച് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ സ്റ്റേഷനിൽ പരാതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് അന്വേഷിക്കുക. ഫോണിൽ വിളിച്ച് അന്വേഷിക്കേണ്ട, സ്റ്റേഷനിൽ വന്ന് അന്വേഷിക്കുക. എന്നിട്ട് ഈ പോലീസുകാർ ഇപ്പോൾ വിളിച്ചു. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര വൈറലായതിനു ശേഷം ഈ പുള്ളിക്കാർ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ആ മോനെ മറ്റേ കേസിൻ്റെ സംബന്ധിച്ചാണ് വിളിച്ചത്. അതുവരെ വേറെ മോനെ എന്നാണ് വിളിച്ചത്. ഇത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസുകളിലൊക്കെ വന്നപ്പോൾ ഭയങ്കര വിവാദമായപ്പം ഈ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ മോനെ എന്നൊക്കെ ഉള്ള വിളിയായി. വേറെ ടോക്കൻ ആ ഓഡിയോ നമുക്ക് കേൾക്കാം. പ്രൊഡ്യൂസർ, ആ സ്നേഹവചനങ്ങൾ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും പ്രേക്ഷകർക്ക്. ഓ അയച്ചാ സാറേ, വെയിറ്റ്. അല്ല സാറേ, ഇത്രയും നാളില്ലാത്ത അറിഞ്ഞിട്ട് സാറിന് ഇപ്പൊ എവിടെ നിന്നു? ഓ എത്രയും നാൾ അന്വേഷിക്കായിരുന്നു. പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ച് റിമാൻഡ് ചെയ്തു. നിങ്ങളുടെ പരാതി പോലീസും നടപടിയില്ലാത്ത പരാതികളും ചെയ്തില്ല. സാറിന്റെ പേരെന്താണ്? ഓക്കെ സ്റ്റേഷനിൽ വരാം. യൂസഫ്, ഈ പരാതി കൊടുത്ത് എത്ര വർഷം മുമ്പാ? വർഷം മുമ്പല്ല, കഴിഞ്ഞ മാസം പരാതി കൊടുത്തു. അതിനുശേഷം പിന്നീട് വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ വേണമെങ്കിൽ വന്ന് അന്വേഷിക്കണം. എന്നിട്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എല്ലാം ഇന്ന് രാവിലെ മുതൽ വാർത്ത വന്നപ്പോൾ അയച്ച ഓഡിയോ ക്ലിപ്പാണ് ഈ കേട്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തപ്പോൾ ഈ വിളിച്ച പുള്ളി അടുത്ത് നമ്മളെ പരാതി കൊണ്ട് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്ന, ഞാൻ ഈ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, 1 മാസമേ പോയുള്ളൂ. 1 മാസം പോയപ്പോൾ എനിക്ക് മനസ്സിലായി, പിന്നെ നല്ല എക്സ്പീരിയൻസ് അല്ലേ നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്ന് നേട്ടങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സാറന്മാർ കാക്കിയിട്ട് ഞാൻ തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ.